സഖറിയ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വാഴ്ത്തിപ്പാടുകയാണ്. അങ്ങനെയാകാൻ വഴിയില്ലല്ലോ. കാര്യം അദ്ദേഹത്തിന് പനിഷ്മെൻറ്റ് കിട്ടിയ ആളാണ്. ഒരു സംശയം ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹത്തിനോട് ദൂതൻ പറഞ്ഞു, ഇനി ആ കുഞ്ഞ് ജനിക്കുന്നവരെ നീ മിണ്ടില്ല, നീ മ്യൂട്ടായി പോകും. അത് ഒരു പനിഷ്മെൻറ്റ് പോലെയാണ്. ഇത്രയും നാൾ നന്നായി സംസാരിച്ചിരുന്ന ആൾ പെട്ടെന്ന് കുറച്ച് നാൾ മിണ്ടാതിരുന്നു. ഇത്ര വേദന നിറഞ്ഞ കാര്യമാണ്. എന്നിട്ട് ആ കുഞ്ഞ് ജനിക്കുന്നു. കുഞ്ഞ് ജനിച്ച് കുഞ്ഞിന് പേരിട്ട ശേഷമാണ് അദ്ദേഹം സംസാരിച്ചത്. അങ്ങനെയാണെങ്കിൽ കുറേ നാൾ സംസാരിക്കാതിരുന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിട്ടുണ്ടാവും. ഭാര്യയോട് കുറേ കാര്യം പറയാനുണ്ടാവും, നാട്ടുകാരോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. ഇതെല്ലാം പോയിട്ട് ദൈവത്തോട് നല്ല ദേഷ്യം ഉണ്ടാവും. കാര്യം ഒരു സംശയം ചോദിച്ചതിൻ്റെ പേരിൽ ഇത്രയും നാൾ സംസാരിക്കാൻ പോലും കഴിവില്ലാതാക്കി കഴിഞ്ഞത് അത് അത്ര നല്ല കാര്യമൊന്നുമല്ലല്ലോ. പക്ഷേ ആ മനുഷ്യൻ വ്യത്യസ്തനാകുന്നത് അയാൾ ദൈവത്തെ സ്തുതിച്ച് പാടി, അയാൾ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ടിരുന്നു. അയാൾ നാട്ടുകാരോട് സംസാരിച്ചില്ല, അയാൾ വീട്ടുകാരോട് സംസാരിച്ചില്ല, ദൈവത്തോട് സംസാരിച്ചു. ദൈവത്തോട് സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് ചെയ്ത എല്ലാ കാര്യങ്ങളോടുമുള്ള നന്ദിയാണ്. എത്ര മനോഹരമായിട്ടാണ് അയാൾ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നത്. സഖറിയ പുരോഹിതനാണല്ലോ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ദൈവവുമായിട്ടുള്ള ബന്ധം അഗാധമാണ്. അൾത്താരയോട് ചേർന്നിരുന്ന മനുഷ്യൻ ആ അൾത്താരയിലെ ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയ സമയമാണിത്. നമ്മളൊക്കെ ഓർക്കേണ്ടത്, നമ്മളൊക്കെ അൾത്താരയോട് ചേർന്നിരിക്കുന്നവരാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ആ ക്രൈസിസിന് ശേഷം നമുക്ക് ദൈവത്തെക്കുറിച്ച് പറയാൻ എന്താണുള്ളത്? നമ്മളൊക്കെ ഒത്തിരി സങ്കടങ്ങളിലും വേദനകളിലും വീണ് പോയതിന് ശേഷം ആ ദൈവത്തെക്കുറിച്ച് നമുക്ക് എന്താണ് അഭിപ്രായമുള്ളത്? പലരും ദൈവത്തെ തള്ളിപ്പറയുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒരു സങ്കടം വരുന്ന സമയത്താണ്, വേദന വരുന്ന സമയത്താണ്. എന്നാൽ സഖറിയ അയാളുടെ ഏറ്റവും വലിയ സങ്കടത്തിന് ശേഷം അയാൾക്ക് പറയാനുണ്ടായിരുന്നത് ദൈവത്തോടുള്ള മഹത്വത്തിൻ്റെ വാക്കുകളാണ്. ഈ ക്രിസ്മസ് കാലഘട്ടം നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മളൊക്കെ ചിലപ്പോൾ ഒത്തിരി സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം, ഉള്ളിൽ നൊമ്പരങ്ങൾ സൂക്ഷിക്കുന്നവരായിരിക്കാം. എന്നാൽ ഇതിനൊക്കെ ഒരു ഉത്തരമുണ്ട്, ഇതിനൊക്കെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. അതിൽ നമ്മളൊക്കെ ദൈവത്തെ സ്തുതിക്കാൻ മനസ്സ് കാണിക്കുന്നുണ്ടോ? മറിയത്തെ പോലെ, സഖറിയയെ പോലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ മഹത്വം കാണും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവൻ എന്നെ